എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് ആളുകൾ ആഗ്രഹമാണ് 3 ക്യാമറ ഉള്ള ഒരു ഫോൺ വാങ്ങണം, ചെറിയ വിലക്ക് കിട്ടണം, അങ്ങനെ പല ആഗ്രഹങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട്. അതിന് പറ്റിയൊരു ഫോണാണ് ഈ ഒരു ഫോൺ, റെഡ്മി 9C. റെഡ്മിൻ്റെ 9A ശേഷം പുറത്തിറങ്ങിയ ഒരു ബജറ്റ് ഫോണാണ്, ഈ മാസം പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എല്ലാ നിലക്കും ആളുകൾക്ക് ഇപ്പം വാങ്ങാൻ പറ്റിയ ഒരു ഫോണാണ്. ഈ ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. കൂടാതെ അതിൻ്റെ ഒപ്പം കമൻറ്റും ലൈക്കും മറക്കാതെ നൽകുക. റെഡ്മി 9C എന്ന് പറഞ്ഞാൽ റെഡ്മി 9A ശേഷം പുറത്തിറങ്ങിയ ഒരു പുതിയൊരു മോഡൽ ഫോൺ തന്നെയാണ്. ഏകദേശം വലുപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി 9A അതേ വലുപ്പം തന്നെയാണ് റെഡ്മി 9A, റെഡ്മി 8A ഒക്കെ അതേ വലുപ്പം തന്നെയാണ് റെഡ്മി 9C ഉള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.53 ആണ് ഡിസ്പ്ലേൻ്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് 32 GB 2 GB റാം ഉള്ളതാണ് നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിലും 64 GB 3 GB റാമോട് കൂടി ഫോൺ വരുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഇവിടെ നിലവിൽ ലോഞ്ച് ചെയ്തത് 32 GB 2 GB റാം ഉള്ളതാണ്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കളർ വരുന്നത് 3 കളറിലായിട്ട് വരുന്നുണ്ട്. ബ്ലൂ കളർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട്, ഓറഞ്ച് കളറിലും വരുന്നുണ്ട്. നമുക്ക് ബോക്സിൽ നിന്ന് ഫോൺ ഒന്ന് പുറത്തെടുത്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി വിവരങ്ങളിലേക്ക് കിടക്കാം. ഡിസ്പ്ലേൻ്റെ സൈസ് അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇപ്പോഴത്തേക്ക് നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിനൊക്കെ യൂട്യൂബ് കാണാനൊക്കെ വളരെ നല്ലൊരു ഫോൺ തന്നെ കാരണം ഈ റെഡ്മി 9C. കാരണം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഇത് വില വളരെ കുറവാണെന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്സ് തന്നെയാണ്. പിന്നെ വില കുറവാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില ഏകദേശം ഒരു 40 മുതൽ 45 റിയാലാണ് ഇതിൻ്റെ വില. നാട്ടിൽ വരുന്ന വില എന്ന് പറഞ്ഞാൽ 7000, 7500, 8000 വരെയൊക്കെയാണ് ഇതിൻ്റെ വില എന്നാണ് പറയപ്പെടുന്നത്. നാട്ടിലെ വില എനിക്കറിയില്ല. പിന്നെ നമുക്ക് ബോക്സിൽ നിന്ന് അയച്ചപ്പോൾ തന്നെ കാണേണ്ടത് ഇത് നല്ല ഒരു ഗ്ലാമറുള്ള ഒരു ഫോണാണ്. കാരണം 4 ക്യാമറ ഉള്ള പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും ഇതിന് 3 ക്യാമറയാണ് ബാക്കിലുള്ളത്. ഇതിൻ്റെ ക്യാമറ കമ്പനി ഫിറ്റ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഭംഗിയായിട്ട് ഏറ്റവും കൂടുതൽ തോന്നിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്നുള്ളതും, അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് മൈക്രോ USB ആണ്. Type C ചാർജർ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു സാധാരണഗതിയിൽ വില കുറഞ്ഞ ഫോണുകളിലൊക്കെ എങ്ങനെ തന്നെ ഉണ്ടാകും, അപ്പം പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു ഹെഡ്ഫോൺ കുത്താനുള്ള ഒരു സോക്കറ്റും ഇതിൻ്റെ സൈഡിലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാർട്ടൂണിൽ ഹെഡ്ഫോണൊന്നും റെഡ്മിക്ക് സാധാരണ കിട്ടാറില്ല. ഇതിനും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ബോക്സ് കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ബോക്സ് ഒന്ന് അയച്ച് നോക്കാം, ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിച്ച് നോക്കാം. സാധാരണഗതിയിൽ റെഡ്മിൻ്റെ ചെറിയ ഫോണുകൾക്ക് പൗച്ചൊന്നും കിട്ടാറില്ല, പക്ഷേ വലിയ ഫോണുകൾക്ക് പൗച്ച് കിട്ടാറുണ്ട്. ഈ ഫോണിന് നമുക്ക് പൗച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ പൗച്ച് പിന്നെ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. പിന്നെ സിം കാർഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 സിം കാർഡ്, 2 നാനോ സിം കാർഡും അതോടൊപ്പം തന്നെ ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം ഈ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ ചാർജറിനെ പറ്റിയാണ്. ചാർജർ വരുന്നത് ഒരു 10 വാട്ട്സ് നോർമൽ ചാർജറാണ്. നോർമൽ ചാർജർ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജർ അല്ല എന്നുള്ള അർത്ഥമുള്ളൂ. അതായത് ഒരു നോർമൽ ചാർജറാണ്. സാധാരണ ബജറ്റ് ഫോണിലൊന്നും ഫാസ്റ്റ് ചാർജർ ഉണ്ടാവാറില്ല, അതുകൊണ്ട് ഈ ഫോണിലും ഇല്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു മൈക്രോ USB കേബിളാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൈമാറാനും പറ്റും, അതുപോലെ തന്നെ ചാർജറിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനും ഈ കേബിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തതായിട്ട് ഈ ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 മെഗാ പിക്സലാണ്. വീഡിയോ കോൾ ചെയ്യാൻ 5 മെഗാ പിക്സൽ ആയാലും അത്യാവശ്യം ക്ലിയർ ഒക്കെ ഉണ്ടാവും. കാരണം ഈ ഒരു ഫോണിന് അത്ര നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ ഇതിൻ്റെ വിലയും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഒരു വിലക്കനുസരിച്ചുള്ള ഒരു ഫോണുണ്ട്. പിന്നെ ബാക്കിൽ വരുന്ന 3 ക്യാമറകളെ പറ്റി പറഞ്ഞു. ഒരു ക്യാമറ 13 മെഗാ പിക്സലും, മറ്റൊരു ക്യാമറ 2 മെഗാ പിക്സലും, മറ്റൊരു ക്യാമറ 2 മെഗാ പിക്സലുമാണ്. ഫിംഗർ പ്രിൻ്റ് ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. കൂടാതെ അതിൻ്റെ ഒപ്പം കമൻറ്റും ലൈക്കും മറക്കാതെ നൽകുക.